അടിപൊളി അടിപൊളി. അവസാനം കൊണ്ട് പൊളിച്ചതേ. മോഹൻലാൽ പൊളിയല്ലേ, അല്ലെങ്കിലും പൊളിയല്ലേ. ഇല്ല അതിനെക്കാളും അപ്പുറം അടിപൊളിയാണ്. ഓൾറെഡി ഞാൻ നേരത്തെ കണ്ടായിരുന്നു, ഇത് സെക്കൻഡ് ടൈമാണ് കാണുന്നത്. സെക്കൻഡ് ടൈം കാണാനുള്ള ഒരു കാരണം എന്താണ്? കാരണം മോഹൻലാലിൻ്റെ പെർഫോമൻസ് ആയാലും ആ ഒരു വില്ലൻ്റെ ഒരു ഫസ്റ്റ് ടൈമുള്ള വില്ലനാണെന്ന് നമുക്ക് തോന്നുന്നില്ല. മുന്നേ ഉള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ആ ഒരു ഫീലുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ പെർഫോമൻസ് ആയതുകൊണ്ട് പിന്നെയും കാണാൻ തോന്നുന്നുണ്ട്. മോഹൻലാലിനെ പറ്റി പറയാൻ എന്തോ ഉണ്ട്. മോഹൻലാലല്ലേ. അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടനൊക്കെ അടിപൊളി. ഇല്ല അതിനെക്കാളും അപ്പുറം. അടിപൊളി സൂപ്പർ സിനിമ. രണ്ടാം പ്രാവശ്യം അടിപൊളി. രണ്ടാം പ്രാവശ്യം. മോഹൻലാലിനെ പറ്റി പറയാൻ എന്തോ ഉണ്ട്. മോഹൻലാലല്ലേ. സൂപ്പർ പടം. ഇതേവരെ കാണാത്ത രീതിയിലാണ് പടം എടുത്തിരുന്നത്. ലാലേട്ടൻ മാസ് പടം. മോഹൻലാലിൻ്റെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പുതിയൊരു മോഹൻലാൽ നമുക്ക് കിട്ടി. പഴയ മോഹൻലാൽ. എൻ്റെ മോനെ വിഷയം പടം ഒന്നും പറയാനില്ല. അടിപൊളി. ബില്ല ഏമണ്ട സൂപ്പർ പടം. അടിപൊളി. കൊള്ളാം സൂപ്പർ. ശോഭനെ മോഹൻലാലിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് നല്ല അഭിനയം. അടിപൊളിയായിരുന്നു. നല്ല പടം. സഹിക്കൂല മക്കളെ. അഭിനയം തെഞ്ഞൊന്നുമില്ല. നല്ല പവർഫുള്ളായിരുന്നു മോഹൻലാലിൻ്റെ അഭിനയം. അതുപോലെ എല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പർ. നമ്മളെ പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു. കൊള്ളാം. അടിപൊളി. പിന്നെ ഞങ്ങൾ ലാലേട്ടല്ലേ. അടിപൊളി മോഹൻലാൽ അടിപൊളി. സൂപ്പർ. നല്ല പടം. വളരെ സൂപ്പറായിട്ടുണ്ട്. നന്നായി കത്തിച്ചോ സമ്മതിച്ച്. അല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കണ്ടിറങ്ങിയപ്പോൾ ഒരു വിഷമമുണ്ട്. കഥ പറയാനല്ല, എന്നാലും നല്ല വിഷമമുണ്ട്. പിന്നെ ഈ ഇടയ്ക്കിറങ്ങിയ ഒരു സിനിമയെക്കാട്ടിയും ലാലേട്ടനെ പെർഫോം ചെയ്യാനായാലും സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടതിൽ സന്തോഷം. സൂപ്പറായിരുന്നു. നന്നായിരുന്നു. നല്ല അഭിപ്രായം. നല്ല ഫിലിം. ലാലേട്ടൻ തിരിച്ചു വരവ് നടത്തി നന്നായിട്ടുണ്ട്. നല്ലതാ. എല്ലാം കൊള്ളാം. അടിപൊളി സിനിമ. പഴയ മോഹൻലാലിനെ ശോഭനയെ തിരിച്ചു കിട്ടിയ പോലെ ഒരു ഫീലിംഗ്. വില്ലൻ അടിപൊളി. മൊത്തത്തിലേക്ക് ഓൾ ടുഗദർ സൂപ്പർ. അടിപൊളി.